ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നമ്മൾ നരച്ച മുടിയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യാണ്ട് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളൊക്കെ തയ്യാറാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കേട്ടോ. മുടിയൊക്കെ കൂടുതൽ ഡാമേജ് ആകാനും അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയുടെ പ്രോബ്ലം ഉണ്ടാകാനും മുടിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആകാനും കൂടുതൽ നര വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളുണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്നത് ഏതാണെന്ന് നോക്കി തയ്യാറാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ ഇതുപോലെ വലിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. കാരണം നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത് കേട്ടോ. മാക്സിമം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാവാൻ അതുപോലെ നമ്മുടെ തലയിൽ താരൻ ചൊറിച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ മഞ്ഞൾപ്പൊടി നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ മഞ്ഞൾപ്പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബ്രൂവിൻ്റെ ഒരു സാഷ കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നര എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ട്. നമ്മുടെ ഹെന്ന പൗഡർ കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ഹെന്ന പൗഡറും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഡൈ ചെയ്യണമെന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ നമുക്കിതെടുത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാപ്പി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ അളവിൽ കാപ്പി എടുത്ത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊരു 8 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 8 മണിക്കൂർ വെക്കുന്ന ആ ഒരു ടൈം കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടും വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറായിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിതൊരു കുളിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുന്ന ടൈമിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞ ഹെന്ന പൗഡറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിത് മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പുവും താളിയും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളയാം. താളി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഇത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഫുൾ നരച്ച മുടിയും ബ്ലാക്ക് കളർ ആകില്ല കേട്ടോ. പക്ഷേ നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങളൊരു വീക്കിലി ഒരു 2 ടൈമെങ്കിലും നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനാണ് നമുക്ക് ആ പൊടി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞത്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ കാപ്പി തിളപ്പിച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ തേയില തിളപ്പിച്ചെടുത്ത് ആ വെള്ളത്തിലോ നമുക്കിത് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആ പൊടി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് ഡൈ ഉണ്ടാക്കി അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് കുറച്ച് അലോവേര ജെല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വേറെയും കുറച്ച് ഡൈയുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ടൈമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്